നമസ്കാരം, ന്യൂസ് അറ്റ് 25ലേക്ക് സ്വാഗതം. വിജയദശമി ദിവസമായി ഇന്ന് ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികൾക്ക് വിദ്യാരംഭം നടത്താൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം പൂജപ്പുര ശ്രീ സരസ്വതി ക്ഷേത്രം, പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, തിരൂർ തുഞ്ചംപറമ്പ് എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗാന്ധി സ്മരണയിൽ രാജ്യം ഇന്ന് മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. രാജ്യം ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ ക്യാമ്പയിനുകൾ നടന്നു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള പ്രമുഖർ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമായി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു എന്ന കാരണത്താലാണ് രാഷ്ട്രപിതാവിനെ ഹിന്ദുത്വ വർഗീയ ഭ്രാന്തന്മാർ വെടിവെച്ചു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാന്ധി ജയന്തി ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. RSSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട 100 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടി ഭരണഘടനയെ അപമാനിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ 2019-2025 കാലയളവിൽ 2 തവണയും UDF അല്ല അധികാരത്തിലുണ്ടായിരുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഷ്ടി ചുരുട്ടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ മുൻ മന്ത്രിയും CPM മുതിർന്ന നേതാവുമായ G സുധാകരൻ മൈക്കിന് മുന്നിൽ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശരണം അയ്യപ്പ എന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്നും G സുധാകരൻ പറഞ്ഞു. അമ്മത്തൊട്ടിലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ദിനം 3 കുഞ്ഞുങ്ങൾ. തിരുവനന്തപുരത്ത് 2ഉം ആലപ്പുഴയിൽ 1 കുഞ്ഞിനെയുമാണ് അമ്മത്തൊട്ടിലിൽ ലഭിച്ചത്. ആദ്യമായാണ് ഒരു ദിവസം 3 കുട്ടികളെ ലഭിക്കുന്നതെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു. മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ കൂത്തുപറമ്പ് MLA KP മോഹനനെ കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ. അംഗനവാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു MLA. കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. കണ്ണൂരിൽ പ്രാദേശിക BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. BJP കല്ലാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വയനാട് പുനർനിർമ്മാണത്തിനായുള്ള കേന്ദ്ര ധനസഹായത്തിൽ കേരളത്തോട് അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി അംഗീകരിക്കണമെന്ന ശുപാർശ പോയിട്ടും കേന്ദ്രം അംഗീകരിച്ചില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്ത പോലീസ്. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ നീക്കം. പ്രസിഡന്റിനെയും അംഗങ്ങളെയും കാലാവധി നീട്ടി നൽകുന്ന വിധത്തിലായിരിക്കും ഭേദഗതി. തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് കാരണം കോൺഗ്രസ് ആണെന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനം. UDFൽ കടുത്ത അവഗണനയെന്ന ലീഗ് ഭാരവാഹി യോഗത്തിൽ രൂക്ഷമായ വിമർശനമുയർന്നു. രാഹുൽ മാങ്കുടത്തിൽ MLAക്കെതിരായ നടപടികളിലേക്ക് നയിച്ച് പ്രതികരണം നടത്തിയ നടി റിനി ആൻഡ് ജോർജിനെ പങ്കെടുപ്പിച്ച CPMന്റെ പെൺപ്രതിരോധ സംഗമം. കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശുന്ന കരാർ ഏറ്റെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കുമുറുകുന്നു. കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസ് വിവരം ലഭിച്ചു. 2019 സ്വർണ്ണപാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥ തലവീഴ്ചയുണ്ടെന്ന് സംബന്ധിച്ച് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപാളി കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് തിരുവണ്ണാമലയിൽ വാഹന പരിശോധനയ്ക്കിടെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പോലീസുകാരെ പിരിച്ചുവിട്ടു. തിരുവണ്ണാമല ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ, സുന്ദർ എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെതിരായ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന പാലക്കാട് നോർത്ത് പോലീസ്. അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV സതീഷാണ് പരാതി നൽകിയത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ മാനേജ്മെന്റുകൾക്ക് മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വെല്ലുവിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിമോചന സമരം ഇന്ന് സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. ചെന്നൈ സ്വദേശി PH ദിനേഷ് ആണ് ഹർജി നൽകിയത്. മഹാത്മാഗാന്ധിയെ പുകഴ്ത്തി RSS നേതാവ് മോഹൻ ഭാഗവത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മജി നൽകിയ സംഭാവനകൾ വലുതാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. 41 പേരുടെ മരണത്തിനിടയായ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടെന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും രാഷ്ട്രീയ യോഗങ്ങളിലെ അപകടത്തിൽ പാർട്ടികളുടെ ഉന്നത നേതാക്കളെ പ്രതിയാക്കുന്നത് ശരിയല്ലെന്നുമാണ് നിലപാട്. കരൂർ അപകടത്തിൽ വിശദീകരണം തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിജയ്ക്ക് നൽകിയ സുരക്ഷയിൽ വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ CRPFനോട് ആവശ്യപ്പെട്ടു.
ഹൈദരാബാദിന് സമീപം വൻ മയക്കുമരുന്ന് വേട്ട 400 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. ഏകദേശം 2 കോടി രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. രാമോജി ഫിലിം സിറ്റിക്ക് സമീപം ചരക്ക് ലോറിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ധ്യാൻ ശ്രീനിവാസനെയും വിഷ്ണു ഉണ്ണികൃഷ്ണനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഭീഷ്മറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. വിജയദശമി ദിനത്തിൽ പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് അണിയറ പ്രവർത്തകർ വർണ്ണാഭമായ പോസ്റ്റർ അവതരിപ്പിച്ചത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.